ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും കാത്തിരുന്ന ഒരു സംഗതിയാണ്. ടോപ്പ് 2, അതായത് റണ്ണറപ്പ് ആവാനുള്ള പോസിബിലിറ്റീസ് ആർക്കാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രവചനം. നമ്മുടെ ഈ ചാനലിൻ്റെ പ്രവചനം എന്ന് പറയുമ്പോൾ അനീഷ് ആവാനാണ് പോസിബിലിറ്റീസ് കൂടുതൽ. അങ്ങനെ പറയാനുള്ള കാര്യം, കഴിഞ്ഞ ആഴ്ച വരെ, അതായത് ഈ റീയൂണിയൻ വീക്ക് വരുന്നതിന് മുമ്പ് വരെ അനീഷിന് വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ. അതായത് അനുമോളും അനീഷും തമ്മിൽ കട്ടയ്ക്ക് കട്ട ഫൈറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അനുമോളോട് അനീഷ് പ്രണയം പറഞ്ഞതിന് ശേഷവും പിന്നെ റീയൂണിയനായിട്ട് വന്ന ആളുകൾ അനുമോളെ ടാർഗറ്റ് ചെയ്തതിന് ശേഷവും അനീഷിന് വേണ്ടത്ര രീതിയിലുള്ള സ്ക്രീൻ പ്രസൻസ് അവിടെ കിട്ടാത്ത സാഹചര്യത്തിലും ആ പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിൽ നേരിയ കുറവ് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ടോപ്പ് 1 ആവേണ്ടിയിരുന്ന കോമണറായിട്ടുള്ള അനീഷ് ടോപ്പ് 2ലേക്ക് പിന്തള്ളപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അനീഷ് നല്ല രീതിയിലുള്ള ഗെയിം കളിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ ടോപ്പ് 2ലാണ് അനീഷ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അനുമോളുമായിട്ട് നേരിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ നേരിയ വോട്ടിൻ്റെ വ്യത്യാസം വന്നത് ഈ ശൈത്യയും നമ്മുടെ ആദലയും നൂറയൊക്കെ അതിൻ്റെ അകത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ച കളിച്ച കളിയുടെ പുറത്താണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സാധാരണക്കാരായ ആൾക്കാരുടെ വോട്ട് അനീഷിന് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ചകളിൽ അനീഷ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് തന്നെയാണ് അവസാന ആഴ്ചകളിലും പിന്തുടർന്ന് പോയത്. എന്നാൽ ഇടയ്ക്കൊന്ന് ഡൗൺ ആയത്, ഈ പ്രേമത്തിൻ്റെ കേസും മറ്റൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഡൗൺ ആയത് അനീഷ് തിരിച്ചടിയായെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കൂടുതൽ എവിക്ഷൻ അപ്ഡേറ്റുകളും മറ്റുള്ള കൃത്യമായിട്ടുള്ള ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.